Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കോഫ്ത എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പാനിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം നമുക്ക് 4 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2-3 ഏലക്ക ഒന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബേ ലീഫ് 2 ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അതിനുശേഷം ഒരു 5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം 2 സബോള റഫ്ലി ചോപ്ഡായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള പെട്ടെന്ന് വാടി കിട്ടും. ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇതെല്ലാം ഒന്ന് നന്നായി മുറിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 തക്കാളി റഫ്ലി ചോപ്ഡായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടിച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇത് കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം 2 മിനിറ്റ് കൂടി നമ്മുടെ ഗ്യാസ് ഓഫാക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ബേ ലീഫ് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ചിലപ്പോൾ ശരിക്കും അറിഞ്ഞു വരില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്ത്നെസ് ഇതിന് കിട്ടും നമ്മുടെ പേസ്റ്റിന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയുടെ അടിയൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിൽ 2 സ്പൂണ് ഓയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഇത് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിലിന് വേണ്ടിയിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ നമുക്ക് നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇത് ഏകദേശം ഒരു 120 ഗ്രാം ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ക്രഷ്ഡ് കസൂരി മേത്തി 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഡോ പോലെ ആക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് കുഴച്ചിട്ട് നല്ലൊരു ഡോ പോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ബോൾസ് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ ഇത് കോരി മാറ്റാം. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബോൾസൊക്കെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. സെർവിങ് ടൈമിൽ മാത്രം ഗ്രേവി ഇടുക. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിന് മുകളിൽ നമുക്ക് മല്ലിയില വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ പനീർ കോഫ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.